Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. പ്രിയമുള്ള സഹോദരന്മാരെ, പകലന്തിയോളം അന്നപാനീയങ്ങൾ വർദ്ധിച്ച് നമ്മുടെ ശാരീരിക വികാരങ്ങളെ നിയന്ത്രിച്ച് നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പുകൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നിഷ്ഫലമായി പോകുന്നുവോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നോമ്പ് ബാക്കിലായി പോകുന്ന മുറിയുന്ന പ്രാഥമിക കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ ബോധവാന്മാരാണ്. എങ്കിലും ആ മുറിയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ സൂക്ഷ്മതലങ്ങളെക്കുറിച്ച് പഠിക്കുകയും അവ കാരണമായി നഷ്ടപ്പെടുന്നുവോ എന്ന് നമ്മൾ ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നോമ്പ് മുറിയുന്ന ഒന്നാമത്തെ കാര്യം നമ്മളൊക്കെ ചെറുപ്പം മുതലേ പഠിച്ചു വെച്ചതാണ്. തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ഉൾവശമെന്ന് പറയാവുന്നിടത്തേക്ക് തടിയുള്ള വല്ല വസ്തുവും പ്രവേശിക്കുക. ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ 3 മാനദണ്ഡങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഒന്ന്, പ്രവേശിക്കുന്നത് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ആയിരിക്കണം. 2, പ്രവേശിക്കുന്ന ഇടം അത് പൊള്ളയായ ഇടങ്ങളിലേക്കായിരിക്കണം. 3, പ്രവേശിക്കുന്നത് എന്തെങ്കിലും തടിയുള്ള വസ്തുവായിരിക്കണം. ഈ പറഞ്ഞ 3 ക്രൈറ്റീരിയകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലുദിക്കുന്ന ഒരുപാട് സംശയങ്ങൾക്ക് മറുപടിയുണ്ട്. ഒന്നാമതായി നമ്മൾ പറഞ്ഞത് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ വല്ലതും പ്രവേശിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ ചെവി, മൂക്ക്, അതുപോലെ വായ, വിസർജ്യ വസ്തുക്കൾ പുറപ്പെടുന്ന ദ്വാരങ്ങൾ, ഇങ്ങനെ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ഉൾവശത്തിലേക്ക് വല്ലതും പ്രവേശിച്ചാൽ അത് കാരണമായി നോമ്പ് മുറിയുന്നതാണ്. ചെവിയിലൂടെ മരുന്നടിക്കുക, മൂക്കിലൂടെ മരുന്നുപയോഗം നടത്തുക, അതുപോലെ മൂത്രത്തിന് ട്യൂബിടുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നോമ്പിൻ്റെ വേളകളിൽ ഒരാളിൽ ഉണ്ടാകുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമ്പ് അത് മുറിയുന്നതാണ്. അതേസമയം കണ്ണിലൂടെ മരുന്നുറ്റിച്ചാൽ അതിന് നോമ്പ് മുറിയില്ല എന്ന് എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ പ്രധാനമായും ആദ്യമായിട്ട് തന്നെ പറഞ്ഞ മാനദണ്ഡം തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. കണ്ണ് ഒരു തുറക്കപ്പെട്ട ദ്വാരമായി പരിഗണിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും കണ്ണിൻ്റെ അസുഖങ്ങളോ മറ്റോ ഉള്ള ആളുകൾ കണ്ണിലേക്ക് മരുന്നുറ്റിക്കുകയും ആ മരുന്നുപയോഗത്തിൻ്റെ ഭാഗമായി അതിൻ്റെ എഫക്റ്റ് തൊണ്ടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പോലും നോമ്പ് മുറിയില്ല എന്നതാണ് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത്. രണ്ടാമതായി നമ്മൾ സൂചിപ്പിച്ചു, ചേരുന്നത് എന്തെങ്കിലും തടിയുള്ള വസ്തുവായിരിക്കണം. തടിയുള്ള വസ്തു എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ എന്ന അർത്ഥത്തിലല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ നമ്മുടെ ഉമിനീര്, നമുക്ക് സ്വതന്ത്രമായി നമ്മുടെ വായിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീര്, അത് നമ്മൾ ഇറക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, നോമ്പ് മുറിയുന്നില്ല. അതേസമയം ആ ഉമിനീരിനോട് മറ്റു വല്ല വസ്തുക്കളും ചേർന്ന് കഴിഞ്ഞാൽ, ഉദാഹരണമായി നമ്മൾ അറിയാതെ എന്തെങ്കിലും വസ്തുക്കൾ വായിൽ വെച്ച് നോക്കുകയും അതിൻ്റെ നിറങ്ങളോ അതല്ലെങ്കിൽ അതിൽ നിന്നുള്ള രുചിഭേദങ്ങളോ ആ ഉമിനീരിനോട് കൂടിക്കലരുകയും ചെയ്ത് അത് ഇറക്കിക്കഴിഞ്ഞാൽ അത് കാരണമായി നോമ്പ് മുറിയുമെന്ന് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വായക്കകത്തുള്ള ഉമിനീര് നമ്മൾ ഇറക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുന്നില്ല. ആ ഉമിനീരിനെ നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് നാവൊന്ന് പുറത്തേക്കിട്ട് വീണ്ടും അകത്തേക്കാക്കിയാലും നോമ്പ് മുറിയുന്നില്ല. അതേസമയം ആ ഉമിനീരിനെ ചുണ്ടിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ആ ഉമിനീര് തന്നെ വീണ്ടും ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ഒരാൾ ഇറക്കിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയുമെന്നതാണ് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത്. അതുപോലെ ചില ആളുകൾക്കൊക്കെ മോണയിൽ നിന്ന് രക്തം വരാറുണ്ട്. മോണയിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങളോ മറ്റോ നമ്മുടെ ഉമിനീരിനോട് കൂടിക്കലരുകയും അത് ഇറക്കുകയും ചെയ്താൽ, രക്തം പുറപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വമായി അത് ഇറക്കുകയും ചെയ്താൽ അത് കാരണമായി നോമ്പ് മുറിയുന്നതാണ്. നമ്മൾ പറഞ്ഞു, തടിയുള്ള വല്ല വസ്തു എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട്, ഉദാഹരണമായിട്ട് നോമ്പിൻ്റെ വേളയിൽ ഒരാൾ പകൽ സമയങ്ങളിൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ബ്രഷ് ചെയ്താൽ ആ ടൂത്ത് പേസ്റ്റിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും അദ്ദേഹം തുപ്പിക്കളഞ്ഞിട്ടുണ്ട്, കഴുകിക്കളഞ്ഞിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു ഗ്യാസ്, അതിൻ്റെ രുചി അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നമുണ്ടോ? അതുകൊണ്ട് പ്രശ്നമില്ല എന്നതാണ് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത്. കാരണം അവിടെ ബാക്കിയുള്ളത് അതിൻ്റെ ഒരു ഗ്യാസാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റാണ് അവിടെ ബാക്കിയുള്ളത്.
എന്തെങ്കിലും ചില സ്ത്രീകളൊക്കെ ചിലപ്പോൾ വീടിലൂടെ അവർ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറിയിലും മറ്റുമൊക്കെ എന്തെങ്കിലും രുചിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നാവിലേക്ക് വെച്ച് നോക്കുകയും അത് പൂർണ്ണാർത്ഥത്തിൽ തുപ്പിക്കളയുകയും ചെയ്താലും ചിലപ്പോൾ മധുരത്തിന്റെ അല്ലെങ്കിൽ ആ എരിവിന്റെ ഒരു എഫക്റ്റ് മാത്രം അവിടെ ബാക്കിയുണ്ട് എന്നതുകൊണ്ട് അതുകൊണ്ട് നോമ്പ് മുറിയുന്നില്ല എന്ന് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ പൂർണ്ണമായുള്ള അവശിഷ്ടങ്ങളെല്ലാം തുപ്പിക്കളഞ്ഞതിന് ശേഷവും എരിവാണെങ്കിലും അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ടൂത്ത് പേസ്റ്റ് പോലുള്ളതിന്റെ ഗ്യാസ് ആണെങ്കിലും ഒക്കെ അല്പസമയം അവിടെ നിലനിൽക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിലനിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ തടിയുള്ള വസ്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രോഗികളായ ആളുകളൊക്കെ പലപ്പോഴും ആവി പിടിക്കേണ്ടി വരാറുണ്ട്. ജലദോഷങ്ങളോ മൂക്കളമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആവി പിടിക്കേണ്ടി വരാറുണ്ട്. ആവി പിടിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുമോ? കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത് കാണാം. നമ്മുടെ ചൂടുള്ള വെള്ളത്തിന്റെ മുകളിൽ ഒരു മൂടി വെച്ച് കഴിഞ്ഞാൽ ആ മൂടിയിലേക്ക് ജലത്തിന്റെ ബാഷ്പഗണങ്ങൾ അവിടെ വന്ന് അടിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആവി പിടിക്കുമ്പോൾ അതുപോലെ വെള്ളത്തിന്റെ ബാഷ്പഗണങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്നതുകൊണ്ട് അതൊരു തടിയുള്ള വസ്തുവായി പരിഗണിക്കുന്നത് കൊണ്ട് ആവി പിടിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയും എന്നതാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മൂന്നാമത്തെ മാനദണ്ഡമാണ് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ തടിയുള്ള വല്ല വസ്തു ഉൾവശം എന്ന് പറയാവുന്നിടത്തേക്ക് പ്രവേശിക്കുക. ഈ ഉൾവശം എന്ന് പറയാവുന്നത് പറഞ്ഞാൽ ഉള്ളു പൊള്ളയായി കിടക്കുന്ന ഭാഗങ്ങളിലേക്ക് വല്ലതും പ്രവേശിച്ചാലാണ് നോമ്പ് മുറിയുക എന്നതാണ് മൂന്നാമത്തെ മാനദണ്ഡം. ഈ മാനദണ്ഡത്തിന്റെ ഭാഗമായി ചർച്ചയിൽ വരുന്ന ഒരു കാര്യമാണ് ഇഞ്ചക്ഷൻ പ്രയോഗിച്ചാൽ നോമ്പ് മുറിയുമോ എന്നുള്ളത്. നമുക്കറിയാം ഇഞ്ചക്ഷൻ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് മസിലിലേക്ക് വെക്കുന്ന ഇഞ്ചക്ഷൻ ഉണ്ട്, അതുപോലെ ഞരമ്പുകളിലേക്ക് വെക്കുന്ന ഇഞ്ചക്ഷൻ ഉണ്ട്. മസിലിലേക്ക് വെക്കുന്ന ഇഞ്ചക്ഷൻ ആണെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്നത് എല്ലാ പണ്ഡിതന്മാരും സമ്മതിക്കുന്ന കാര്യമാണ്. അതേസമയം ഞരമ്പിലേക്ക് വെക്കുന്ന ഇഞ്ചക്ഷൻ ആണെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയുമോ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. കാരണം ഞരമ്പിന് ഒരു പൊള്ളയായ ഉൾവശമുണ്ടോ ഇല്ലയോ എന്നതാണ് അതിന്റെ തർക്കത്തിന്റെ കാരണം. എന്നാലും അവിടെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഞരമ്പുകൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഉള്ളു പൊള്ളയായി കിടക്കുന്ന ഒന്നല്ല എന്നും അതുകൊണ്ട് തന്നെ ഞരമ്പിലേക്ക് തന്നെയാണ് ഇഞ്ചക്ഷൻ പ്രയോഗിച്ചതെങ്കിലും അത് കാരണമായി നോമ്പ് മുറിയില്ല എന്നതാണ് കൂടുതൽ പണ്ഡിതന്മാരും സൂചിപ്പിക്കുന്നത്. എന്നാലും റമദാനിന്റെ സമയങ്ങളിൽ ആവശ്യമില്ലാതെ ഒരു സംശയമുള്ള കാര്യമായതുകൊണ്ട് അത്യാവശ്യമില്ലാതെ അത്തരം ഒരു കാര്യങ്ങളിലേക്ക് ഏർപ്പെടാതിരിക്കലുമാണ് ഏറ്റവും വിശ്വാസികൾക്ക് സൂക്ഷ്മത. കാരണം രാത്രിയിലോ മറ്റോ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതല്ല ഒരാൾക്ക് അത്യാവശ്യമായി പകൽ സമയത്ത് തന്നെ നിർവഹിക്കേണ്ടി വരികയാണെങ്കിൽ അത് കാരണമായി ഈ പറഞ്ഞ അഭിപ്രായ ഭിന്നത പരിഗണിച്ചുകൊണ്ട് ആ മുറിയില്ല എന്ന് പറയുന്ന ഒരുപാട് പണ്ഡിതന്മാരും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാരും ഒക്കെ അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയില്ല എന്നതാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മൂന്ന് മാനദണ്ഡം: ഒന്ന് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ആവുക, രണ്ട് ഉൾവശം എന്ന് പറയുന്നിടത്തേക്കാവുക, മൂന്ന് തടിയുള്ള മെറ്റീരിയൽ ആവുക എന്നതാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഈ പറയപ്പെട്ട മൂന്ന് കാരണങ്ങളിലൂടെയും ഒരാൾക്ക് അറിയാതെ വല്ലതും സംഭവിച്ചാൽ അത് കാരണമായി നോമ്പ് മുറിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങളെ പോലെയുള്ള ഒരുപാട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അവിചാരിതമായി ഒരാൾ വായ തുറന്നു വെച്ചിരിക്കുമ്പോൾ അതിലേക്ക് ഈച്ച കടക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ മറന്നുകൊണ്ടോ ഒക്കെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് കാരണമായിട്ടൊന്നും നോമ്പ് മുറിയുകയില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ നമ്മൾ പറഞ്ഞപ്പോൾ ചെവിയിലൂടെ വല്ലതും മരുന്ന് പ്രയോഗിച്ചാൽ നോമ്പ് മുറിയുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെവിയുടെ പ്രഥമ ദൃഷ്ടിയാലുള്ള അതിന്റെ ബാഹ്യം എന്ന് പറയുന്ന ഭാഗത്തിന്റെ അപ്പുറമുള്ള ഭാഗം അത് ഉൾവശമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ചെവി നോമ്പിന്റെ പകലിലൊക്കെ പഠിച്ചും മറ്റും ഉപയോഗിക്കുന്നതിന് അങ്ങേ നിലവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കാരണമായിട്ടും നോമ്പ് മുറിയുന്നതായിരിക്കും. അപ്പൊ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് നോമ്പിന്റെ പകൽ സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഏർപ്പെടാതിരിക്കുകയും തന്റെ നോമ്പ് പകലന്തിയോളം അന്നപാനീയങ്ങളും ശാരീരിക വികാരങ്ങളും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ അനുഷ്ഠിക്കുന്ന ഈ നോമ്പ് അത് പരിപൂർണമാവണം എന്ന ഉദ്ദേശത്തോടുകൂടെ തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടെ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും സംശയിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനുമാണ് വിശ്വാസികൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാലിഹായ കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ് ഇതിന്റെ മക്ബറകളിൽ കഴിയുന്നവർ, നമ്മുടെ പള്ളിക്ക് ചുറ്റും വിശ്രമിക്കുന്നവർ എല്ലാവരിലേക്കും അല്ലാഹു ഇതിന്റെ സദസ്സിന്റെ മിസ്ൽ സവാബ് എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊക്കെ ഈ വിശുദ്ധ റമദാൻ ധാരാളം ഖുർആൻ പാരായണം ചെയ്തും ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലിയും ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.